കശ്മീരികളെ കണ്ടതിന്റെ ശേഷം നമ്മൾ പിന്നെ മലയാളീസിന് അങ്ങനെ ഒരു രസമായിട്ട് തോന്നലില്ലേ. അത്ര നല്ല രസമുള്ളവരുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ മേ ബി കശ്മീരിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ട്. കേരള വാല ആണെന്ന് പറഞ്ഞാല് അവിടെ ഒരു കേരള വാല ആണോ? ഓലിങ്ങനെ ഓരോന്ന് ചോദിക്കുക. തിരുവനന്തപുരം അറിയോ, കോഴിക്കോട്, കണ്ണൂർ. ഞാൻ ആ സ്ഥലം അത്ര വെറുത്തു പോയി എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഇനി മേലാല് കശ്മീർ പോവില്ല. അന്നൊരു വീഡിയോയിൽ പറഞ്ഞു, കാരണം മഞ്ഞ് കാണാൻ പുതിയായിട്ട് പോയതാണ് അന്ന് കശ്മീർക്ക്. എന്നിട്ട് മഞ്ഞിങ്ങട്ട് കണ്ടിട്ട് നമ്മ ഉറങ്ങാൻ കഴിയില്ല, കാരണം നമ്മ ബോഡി മുഴുവൻ എത്ര നമ്മ അന്ന് 4-5 ഷെഡ് ഇട്ടിട്ട് ഇത്രയും നല്ല സ്വർഗ രാജ്യത്ത് നിന്ന് എന്തിനാ ഈ നരകത്തൊക്കെ പോന്നെ അങ്ങനെയൊക്കെ ചോദിക്കും. ഈ ഇന്നലെ ഇവിടെ വന്നാണ്ട് ഡെലിവറി കംപ്ലീറ്റ് അടിച്ചാണ്. അത് ചവക അടിക്കി കൊടുക്കാൻ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഒരു മോശം എക്സ്പീരിയൻസ്. ഈ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ട്രാൻസ്ജെൻഡർ ഇല്ലേ, അങ്ങനെ ആ ടീമിനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എനിക്കിതെന്താ സംഭവം എന്ന് അറിയില്ല. എനിക്ക് ഒരാൾ വന്ന് ക്ലാപ്പ് അടിച്ച്, അപ്പൊ പോലും ചിരിച്ചാണ്ടാ ക്ലാപ്പ് അടിക്കണം. അപ്പൊ ഞാനും ഇങ്ങനെ ക്ലാപ്പ് അടിച്ചു, അതിലാണ്ട് കിട്ടണ്ടിനി ചെള്ളൊക്കെ ഒന്ന്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. തന്റേതായ ഒരു യാത്രാ രീതിയിലൂടെ ശ്രദ്ധേയനായ നമ്മുടെ സ്വന്തം ഓക്കെ അനാശാണ്. ഹായ്, വെൽക്കം ടു ദ ഷോ. ഹായ്. അപ്പൊ നമുക്ക് ആ ഒരു തൊട്ടിൽ ബ്രോയിന്ന് തന്നെ തുടങ്ങാം അല്ലെ. ആ ഒരു തൊട്ടിൽ കെട്ടി യാത്ര ചെയ്യാമെന്നുള്ളൊരു ആശയത്തിലേക്ക് എങ്ങനെയാണ് വന്നു ചേർന്നത്? എന്താണ്, നമ്മളിപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ജനറലിൽ പോകും. പിന്നെ നമ്മൾ ജനറലിലാവുമ്പോൾ അത് നോർത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയൂല. അങ്ങനെ നമുക്കിങ്ങനെ തല ചായ്ക്കാൻ ഒരിടം, അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭമാണ്. അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് തല വെക്കണമല്ലോ, അങ്ങനെ ഇരുന്നുറങ്ങാൻ, എങ്ങനെയെങ്കിലും ഒന്ന് കെടുക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് നമ്മൾ മുണ്ടോണ്ടൊക്കെ കെട്ടും. അപ്പൊ ഇങ്ങനെ കുറച്ചുറങ്ങാം. പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിയല്ലേ, ഇങ്ങനെ ആലോചിച്ച് ഉടുത്ത തുണിയൊക്കെ കൊണ്ടുവന്നുണ്ടാവല്ലോ ട്രിപ്പിന്. അപ്പൊ പിന്നെ അതൊന്ന് കെട്ടി വെക്കും. അപ്പൊ കുറച്ചും കൂടി വിശാലമായി ഉറങ്ങാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ ഉള്ള ഭയങ്കര റിച്ച് ലൈഫാണ്. കാരണം മറ്റേ സാധനം വലിയ സാധനം വാങ്ങി ഹാമക്കിന്റെ. അപ്പൊ അതില് നമുക്ക് സുന്ദരമായിട്ട് ഉറങ്ങാം. അങ്ങനെ അതന്നെ ഇപ്പൊ ലക്ഷറി ലൈഫാണ് ജനറൽ ലക്ഷറി ലൈഫാണ്. എപ്പോഴെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ടോ? ടിക്കറ്റ് ആദ്യമൊന്നും എടുക്കില്ല. പിന്നെ ഇപ്പൊ എടുക്കാത്തത് തന്നെ നമ്മൾ ഈ മംഗള എക്സ്പ്രസ്, അങ്ങനത്തെ ഓരോ വിവേക് എക്സ്പ്രസ്, അങ്ങനത്തെ ഭയങ്കര മോശപ്പെട്ട ട്രെയിൻ ഉണ്ട്. ഭയങ്കര അളുമ്പിയ ട്രെയിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തേലൊന്നും എടുക്കല്ലേ. കാരണം അത് അതിലുള്ള ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ TTR വന്നാൽ തന്നെ പോയി പണി വെക്കുക, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാർക്കൊക്കെ. എങ്ങനെ വന്നാലും ആരും ഒന്നും TTRക്ക് തന്നെ പേടിയാ വരാൻ. അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പിന്നെ അങ്ങനത്തെ ട്രെയിൻ ആകുമ്പോൾ നമ്മൾ എടുക്കില്ല, സ്വാഭാവികം. ഈ ഓക്കെ അനാഷ് എന്നുള്ള ഒരു പേരിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഓക്കെ ആണ്, ലൈഫിന്റെ പാർട്ടാണ് എന്ന് കാണുന്നത് കൊണ്ടാണോ ആ ഒരു പേര് സ്വീകരിക്കാൻ കാരണം? ഞാൻ ഡിഗ്രി പോയ സമയത്ത് ഒരു പെണ്ണുണ്ടേനി, അവളെ പേരെന്താണ്, ഓക്കെ ഫിൻഷിത അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എൻ്റെ പേരാദ്യം ഞാൻ എന്തേനി അനസ് ഡിസൈർ എന്നൊക്കെ ഇനി. എന്നിട്ട് ഇങ്ങനെ നാട്ടിലെല്ലാവരും കളിയാക്കലൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു പേര്. അമ്മ പണ്ട് അങ്ങനെയുള്ള ഓരോ പേരൊക്കെ ഇടൂല. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഒരു പേരേനി. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പേര് ഇതേമാതിരി ആക്കി വിചാരിച്ചു. അങ്ങനെ ഓക്കെ അനാശാക്കി. ഇപ്പം ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയില്ലേ, ഫുള്ള് ഓക്കെയാണ്, മൈൻഡ് ഫുൾ ടൈം ഓക്കെയാണ്, ഞാൻ ഓക്കെ. ഇപ്പം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്ര. ഞാനിപ്പോൾ ഡൽഹിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ആകെ 3-4 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. ബാക്കി ഫുള്ള് കറക്കം പരിപാടിയൊക്കെയാണ്. ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകും, UP അവിടെ ഇവിടെ ഇവിടെ. ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഞാൻ ലാസ്റ്റ് ചെയ്ത കശ്മീറാണ്. കാരണം എന്താ വെച്ചാൽ കശ്മീരിൽ ഇത് എനിക്കിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാനൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എന്തെങ്കിലും, ഞാൻ ഈ വീഡിയോ ചെയ്യണോണ്ടാണോ അറിയില്ല, പഠിച്ച എന്തൊക്കെയോ കൊണ്ടുവന്നാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യമായിട്ട് ചോർ ബസാർ പോയി, ഡൽഹി ചോർ ബസാർ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അങ്ങനെ വീഡിയോ കണ്ടിട്ടില്ലേ? ഞാൻ ആദ്യമായിട്ട് ചോർ ബസാർ പോയ ടൈമിൽ അവിടെ ഈ അമ്മ കൊച്ചിന്ന് ഒരു പരിപാടിയിൽ 30 iPhone കട്ടുണ്ട്. അതൊക്കെ ചോർ ബസാറിലാണ് വന്നത്. എന്നിട്ട് ഈ കേരള പോലീസൊക്കെ ഇടപെട്ടിട്ട് അന്നാണ് അവിടുത്തെ മെയിൻ കള്ളനെ പൊക്കിക്കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു കണ്ടന്റ്. അതേമാതിരി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അല്ല, നിങ്ങൾ ട്രിപ്പല്ലേ ചോദിച്ചേ. അപ്പോൾ ലാസ്റ്റ് കശ്മീർ ട്രിപ്പ് അങ്ങനെയാണ്. നമ്മ സോനാമർഗ് പോയി ഏറ്റവും മേലെത്തി, ടോപ്പിലെത്തിയപ്പോൾ ഭയങ്കര സ്നോഫോൾ വന്ന്, മഴ പെയ്യണ മാതിരി സ്നോ പെയ്യുക. എന്നിട്ട് അവിടുന്ന് വണ്ടിയൊക്കെ, നമ്മൾ വന്ന വണ്ടിയൊക്കെ ഒലിച്ചു പോയിട്ട് ആകെ സീന് പരിപാടി. അന്ന് നല്ല പ്രാഗിയാണ് ഞാൻ. എന്നിട്ടൊരു വീഡിയോ കിട്ടീനി, ചൂടത്ത് മറ്റേ പത്തിരിക്കല്ലുമേല് ട്രൗസറൊക്കെ അയച്ചിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിനി.
പക്ഷേ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം അത് നമുക്ക് മാത്രം കിട്ടിയതാണ്. 40 കൊല്ലം കൂടുമ്പോൾ എൻ്റെ വാപ്പക്ക് പോലും കിട്ടിയില്ലല്ലോ. കാരണം 40 കൊല്ലം കൂടുമ്പോൾ ഒരിക്കലും ഉണ്ടാകുന്ന സ്നോഫോളാണ് അത്. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഏതേനി 10 കിലോമീറ്റർ നമ്മൾ അടിയിലേക്ക് നടക്കുക, കുറേ വല്യമ്മമാരും സംഭവങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ കുറേ കൊയഞ്ഞ് വീണ് ഇങ്ങനെ വരുന്ന ടൈമിൽ ആ ഒരു സ്നോഫോൾ ആയിരുന്നു അത് ഭയങ്കര സംഭവമാണ്. ഇപ്പം ഏറ്റവും ഇപ്പൊ കുറേ യാത്രകൾ ചെയ്തതിൽ എവിടുത്തെ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഫുഡ് ഇഷ്ടം നമ്മളെ കേരളം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പം നിങ്ങൾ എല്ലാവരും ഡൽഹിയിൽ പോയില്ലെങ്കിൽ, ഡൽഹിയിൽ പോയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ടൈഫോയിഡ് ഡെങ്കി ഒക്കെ വരും. അത് എന്തിനാ വരുന്നത് വെച്ചാല് നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ ഫുൾ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ അവിടുത്തെ ആളായി. എനിക്കൊക്കെ വന്നിനി ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയുള്ള സാറുമാരിങ്ങനെ ചോദിക്കും, അൻസാ എനിക്ക് എന്താ ടൈഫോയിഡ് വരാത്തത്, എനിക്ക് എന്താ ഡെങ്കി വരാത്തത്? കാരണം ഏതൊരു മലയാളിയും ഡൽഹി നോർത്ത് ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ അസുഖം വരും. എന്നിട്ട് നമ്മൾ അവിടെ അഡാപ്റ്റ് ആവുക ചെയ്യാം. മറ്റേ നമ്മൾ ഇവിടുന്ന് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ പറയുന്നത് എന്താണ് ഫുഡ് പോയിസൺ അടിച്ച് അത് സംഭവം എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ ഫുഡ് അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ ഫുഡാണ് ഏറ്റവും അടിപൊളി. പിന്നെ അവിടെ അങ്ങനെ ജീവിച്ചു പോവാൻ അവിടുത്തെ ഫുഡ് തന്നെ നല്ലേ. ഇപ്പൊ കുറേ പേര് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോൾ മോശം എക്സ്പീരിയൻസസ് ഉണ്ടായി എന്ന് പറയാറുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസ്? പക്ഷെ ഞാൻ ഈ മോശം എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മൾ അത് ഒക്കെ ഒരു കണ്ടന്റ് ആക്കലാണ്. വീഡിയോ എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇന്നെ തല്ലിയാലും ഞാൻ വീഡിയോ എടുക്കും, ഇന്നതാക്കിയാലും ഞാൻ വീഡിയോ. കാരണം എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ മനസ്സാ വാചക കർമ്മണ തൃപ്തനാണ്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ തല്ല് കിട്ടിയാലും എല്ലാവരോടും പറയാലോ. നമ്മൾ പിന്നെ അങ്ങനെ മടിയൊന്നുമില്ല. തല്ല് കിട്ടിയ ഇപ്പോൾ ഒരു കഥ ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ട്രാൻസ്ജെൻഡർ ഇല്ലേ അങ്ങനെ ആ ടീമിനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എനിക്കിതെന്താ സംഭവം എന്ന് അറിയില്ലേന്. നമ്മൾ ബാംഗ്ലൂരിലെ കേക്ക് ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എന്തോ സീരീസ് കാണാം. അപ്പോൾ എന്താണ് ഈ ഒരു ടീം വന്ന് അവിടെ എല്ലാ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ വരും. അപ്പോൾ ഒരാൾ വന്ന് ക്ലാപ്പ് അടിച്ച്, അല്ല ആ ട്രാൻസ്ജെൻഡർ വന്ന് ക്ലാപ്പ് അടിച്ച്. അപ്പോൾ ഞാനും ഇങ്ങനെ ചിരിച്ച്, അപ്പോൾ ഓലും ചിരിച്ചാണ്ടാ ക്ലാപ്പ് അടിക്കുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ ക്ലാപ്പ് അടിച്ച് അതിലാണ്ട് കിട്ടണ്ടിനി ചെള്ളൊക്കെ ഒന്ന്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇത് ഞാൻ ഈ സംഭവമൊക്കെ അറിയണത്. പിന്നെയാണ് ഞാൻ അറിയണത് ഇത് ഇങ്ങനെയാണ് അതാണ്. അപ്പം ഇങ്ങനെ ക്ലാപ്പ് അടിക്കുമ്പോൾ പൈസ കൊടുക്കലാണ്. അതൊക്കെ ഞാൻ അന്നാ അറിയണത്. അടിയിലൂടെ സംഭവം മനസ്സിലായി. പിന്നെന്താ വെച്ചാല് ഇപ്പൊ നമ്മ ഡൽഹിക്ക് പോകുമ്പോ ഉള്ള ഈ ട്രാൻസ്ജെൻഡർ ടീമൊക്കെ ഇല്ല, ഓൽക്കൊക്കെ ഇപ്പൊ ഇന്നെ പരിചയം ഉണ്ടാവും. നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി വരുന്നോണ്ട് ഞാൻ പരിചയപ്പെടല. എന്നാ പിന്നെ എന്നോട് പൈസ വാങ്ങൂലല്ല. പിന്നെ അത്യാവശ്യം മലയാളികളോട് ഒരു ഇതാട്ടാ, ഒരു ഭയങ്കര ഇതാ. മലയാളിയാന്ന് ഹിന്ദി നെയ്മാലു എന്ന് പറഞ്ഞാൽ പൈസ വേണ്ട ഇഞ്ഞക്കാണ്ട്. ഇപ്പോൾ ഓക്കേൻ്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും മോസ്റ്റ്ലി എല്ലാ വീഡിയോസിലും ബംഗാളികളെ തെറി വിളിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ബംഗാളികളെല്ലാം മലയാളം പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണതാണ് ഈ ഇപ്പോൾ നമ്മളെ ഇന്ത്യയിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഓക്കെ നാഷ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ ജീവിച്ചു പോണത്. അതിനിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഹലോ ഗൈസ് എൻ്റെതാക്കി അത് പറയാൻ പറ്റൂല. കാരണം ആ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ കമന്റ് ഇട്ടിനി ഇജാരാ അത് ഇത് എന്നിട്ട്. പക്ഷെ അതിന് തക്കതായ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പ്രൊമോഷന് കാര്യങ്ങളെ കുറേ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് ഒരു വാച്ച് കിട്ടുക, അതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിക്കല്ലേ. അപ്പോൾ ഈ ജനുവരി 1 ഇത് ഫസ്റ്റ് പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടി ആ സാധനം കിട്ടിയിട്ട് വേണം, എന്തോ വാച്ച് സ്പ്രേ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കിട്ടിയിട്ട് വേണം നമ്മൾ നാട്ടിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഈ സാധനമായിട്ട് ഈ ചെങ്ങായി മുങ്ങി. എന്നിട്ട് ഇവനെ കുറേ ദിവസം വിളിച്ച്, 2 ദിവസം വിളിച്ച്. എന്നിട്ട് ഓനെ വിളിച്ച് പറഞ്ഞ് നമ്മ എൻ്റെ പെരേക്ക് വരും കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ആളെ എന്നിട്ട് വരുത്തിച്ചിട്ട് നമ്മ തല്ലാൻ നിൽക്കുന്ന ആളെ. പക്ഷെ ആളെ കണ്ടപ്പോൾ എനിക്കൊരു പാവം തോന്നുക, ഇങ്ങനെ ഒരു മോന്ത ഉമ്മക്കാൻ തോന്നുക, അങ്ങനെ ഒരു സാധനം അങ്ങനെ ആയി. അപ്പൊ പിന്നെ ഞാൻ അന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഹലോ ഗൈസ് എങ്ങനെ റഫായിട്ട് എടുത്താ, ഹലോ ഗൈസ് ഈ മോന് എൻ്റെ സാധനമായിട്ട് മുങ്ങിയതാണ്, ഇവനെ തല്ലാൻ നിൽക്കുകയാണ് നമ്മള്, പക്ഷെ തല്ലാതെയാണ് വിട്ടത്, അതാണ്. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് മാത്രം തന്നെ അപ്പോൾ അവന് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മേ യൂട്യൂബർ അപ്പോൾ ബായിക്ക ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ്. ഇപ്പോൾ നമുക്ക് കുട്ടിക്കാലം തൊട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ചിലർക്ക് ടീച്ചർ ആവണമെന്നായിരിക്കും, ഡോക്ടർ ആവണമെന്നായിരിക്കും. യൂട്യൂബ് ഒന്നും ആ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബർ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
ചെറുപ്പത്തില് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ടീച്ചർ ആവണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മാഷാവേണ്ടതായിരുന്നു, മാഷാവണം. യൂട്യൂബ് വന്നോണ്ട് വഴിതെറ്റി പോയി. അല്ല, ഞാൻ ഈ എന്താണ് കഴിഞ്ഞ ജൂൺ 30-നാണ് വീഡിയോ ഇട്ട് തുടങ്ങണത്. അപ്പോഴൊന്നും അങ്ങനെ ജൂൺ 30-ന് ഇട്ട് തുടങ്ങി. പിന്നെ സെപ്റ്റംബർ ഒരു 20-ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ജാമ്യ മില്ലിലേക്ക് പോണത്. അതുവരെ ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ഒരു അറബിക് പ്രൊഫസറായിട്ട് ഇറങ്ങണം, അറബിക്ക് PG നെറ്റ് PhD അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണം, അറബി സാറായിട്ട്. അതെനി പ്ലാന്. പക്ഷേ ഇത് നമ്മ അങ്ങനെ വീഡിയോ അങ്ങനെ റീച്ച് നോക്കലൊന്നുമില്ല. വീഡിയോ ഇടുക, പോവുക, വീഡിയോ ഇടുക. നമുക്കൊരു സുഖമാണല്ലോ, എല്ലാവരോടൊക്കെ പറയാലോ. ഇപ്പം ഇനിയിപ്പോൾ ചെള്ളക്കാട്ടി കിട്ടിയാലും പറയാം, കിട്ടിയില്ലെങ്കിലും പറയാം, പരിചയപ്പെട്ട ആൾക്കാരെ കാണിക്കുക, ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്താൽ കാണിക്കുക, എടുത്തില്ല ഒക്കെ പറയാലോ. അപ്പം അങ്ങനെ ഒരു ഇതായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഭയങ്കര റീച്ചായാലേ പിന്നെ ഇത് ശ്രദ്ധിക്കാൻ നേരമില്ലാതായി. പക്ഷേ എനിക്ക് നല്ല ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അനാഷിനെ ഒരിക്കലും ഒരു പ്രൊഫസറായിട്ടൊന്നും പറ്റും തോന്നുന്നില്ല. ഇനി അതൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ഒരു പ്രൊഫസർ ആവാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ഇപ്പൊ PG ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, ഇനി സെക്കൻഡ് ഇയർ ആണ്. എന്നിട്ട് പ്രൊഫസർ ആണ്, ഒരു പ്രൊഫഷൻ വേണമല്ലോ നമുക്ക് എപ്പോഴും. പ്രൊഫഷൻ സൈഡായിട്ട് ഒരു സാറായിട്ടുള്ള ക്വാളിറ്റിയിൽ ഇറങ്ങും. പക്ഷെ സാറായി പോവോന്ന് അറിയില്ല. കാരണം കുട്ടികൾ എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും. കല്യാണപ്രായമൊക്കെ ആയല്ലോ, ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ ക്രൈറ്റീരിയ ആയിരിക്കും നോക്കുക? നമ്മൾ അതേമാതിരി എന്താണ് ട്രിപ്പൊക്കെ ഒപ്പരം പോകാൻ പറ്റിയ, നമ്മൾ ഈ ചെങ്ങായിമാരെ അല്ലെങ്കിൽ പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതാണല്ലോ നോക്കും. ഒരാളെ കൂടെ യാത്ര ചെയ്ത് നോക്കും, ട്രിപ്പ് പോയി നോക്കും, എന്നിട്ട് സെറ്റ് ആകണ്ടോ നോക്കും. ഈ ട്രിപ്പ് പോകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ തനി സ്വഭാവം വേഗം തിരിച്ചറിയാം. മനസ്സിലായ? തത്വചിന്തകനാണല്ലേ? അല്ല, അത് ശരിക്കും അങ്ങനെയാണ്. നമ്മ ഇപ്പോൾ ഡൽഹിയിൽ നിന്നായാലും ഇവിടെ നിന്നായാലും എല്ലാവരെയും നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെയാണ് തീരുമാനിക്കുക, ഓൻ ഫ്രണ്ടല്ല, ചെങ്ങായല്ല, കമ്പനിക്കാരനല്ല, പറ്റൂല, അങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെയാണ് ഞാൻ. കല്യാണം കഴിഞ്ഞു, വൈഫിന്റെ ഒപ്പം യാത്ര പോവാണ്. അപ്പൊ എങ്ങനെയായിരിക്കും യാത്ര ചെയ്യാ? AC കമ്പാർട്ട്മെന്റ് എടുക്കുവോ, 2 തൊട്ടില് കെട്ടുവോ? അല്ല, ഇത് സംഭവം എന്താ വെച്ചാല് അത് ഓരോ ഇതനുസരിച്ച്. ഇനിയിപ്പോ ഓക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, ഇത് ജനറൽ ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും മടിയാവും. ഞാൻ പണ്ടൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്ത് പോയിനി. കാരണം നമ്മൾ ക്യാഷ് ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ജനറൽ ഇങ്ങോട്ട് ആസ്വദിച്ച് പോയ ടൈമാണ്. ഇപ്പം എനിക്കിങ്ങനെ ചെറിയൊരു മടി വരിക. കാരണം ഞാൻ അങ്ങനെ ആലോചിക്കും, എന്താണ് അൻസേ, AC പോകാനുള്ള പൈസ ഉണ്ട്, എന്നിട്ട് എന്തിനാ ജനറലിൽ പോണേ? പണ്ട് നല്ല ആസ്വദിച്ചിനി, ഇപ്പം കുറച്ച് ആസ്വാദനം കുറയുണ്ടോയെന്നൊരു സംശയം. ഇനി ഓക്കും അതേമാതിരി ആസ്വദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 2 തൊട്ടിലെത്തും, സ്വാഭാവികം. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വർത്താനം പറഞ്ഞ് ഒരു ബോഗിയിൽ ഉള്ള ലൈറ്റ് ഫുള്ള് കമ്പനിയായി, എല്ലാവരും നമ്മളെ വർത്താനം ഇങ്ങനെ കേൾക്കുക. കാരണം നമുക്ക് ഹിന്ദി അറിയാം, ഹിന്ദിയിൽ ഇങ്ങനെ നമുക്ക് കസർത്താനൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ എൻ്റെ കോമഡി പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അതന്നെ. ഇപ്പൊ നമുക്കൊക്കെ ബംഗാളികളെ പറ്റിയിട്ടൊരു മുൻധാരണ ഉണ്ടാവും, അവർക്ക് അങ്ങനെ വൃത്തിയില്ല, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓർക്ക് വൃത്തിയില്ല, അത് സത്യമാണ്. വൃത്തിയും വെടുപ്പൊന്നുമില്ല, അതൊക്കെ നമുക്ക് തന്നെയാണ്. പിന്നെന്താ വെച്ചാല് ഓർക്ക് ഭയങ്കര സ്നേഹമാണ്. എന്താ വെച്ചാല് ഇനിയിപ്പോ ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണിക്കണ ഈ തമ്പാക്ക് സാധനങ്ങള്, അങ്ങനെ ഹിന്ദിക്കാർ തിന്നുന്ന ഒരു സാധനല്ലേ, ഇങ്ങനെ ഇങ്ങനെ ഈ നോർത്ത്, നമ്മൾ ഈ നോർത്ത് ഏരിയക്കാണ്ട് കിടക്കുമ്പോ നമുക്ക് ഈ സൗണ്ട് കേൾക്കാം, ഇതിങ്ങനെ കേൾക്കാം. എല്ലാവരും ഓരോ എങ്ങനെ വെച്ചാല് എല്ലാവരും ആ ട്രെയിനിലുള്ള എല്ലാവരും ഓരോ കമ്പനിക്കാരാണ്. അപ്പം നമുക്ക് കേരളത്തിലുള്ളവർ മാത്രമാണ് നമുക്ക് ചെങ്ങായിമാരായി കിട്ടുള്ളൂ. നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിലും കേരളത്തിലുള്ളവരെ എങ്ങനെ ഇവിടെ എങ്ങനെ വെച്ചാല് സംസ്ഥാനം വയ്യ കല്യാണം പോവാ. ബീഹാറിലുള്ളവര്, ഇവിടെ ഉള്ളവരെ, രാജസ്ഥാനിലുള്ളവരെ, ഓൾക്ക് ഇങ്ങനെ ഒരു ജില്ല മാതിരിയാ ഓല് കാണുക ഈ ഓരോ സംസ്ഥാനങ്ങളും. അപ്പോൾ ഇവർക്ക് ഫുള്ള് കമ്പനിക്കാരാവും. അപ്പോൾ ഒരു തമ്പാക്ക് വാങ്ങിയാൽ തന്നെ എല്ലാവർക്കും കൊടുക്കും. അവിടെ ഭായ് ഇതോ ഭായ് അതാ, എന്നിട്ട് എന്നോട് വേണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഇതുവരെ തിന്നിയില്ല. പക്ഷെ ഞാൻ ഇന്നെങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഭായ് അച്ഛ മസായേക്ക തിന്നോ. അപ്പൊ എങ്ങനെ വെച്ചാൽ ഇതൊരു ഇങ്ങനെ 4 മണിക്കൂർ ഇങ്ങനെ ഒരു സാധനം തിന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും. പിന്നെ ചില ഭായിമാര് പറയും അത് തിന്നണ്ട, അവന്റെ പല്ല് വെക്ക്, അതേമാതിരി എന്റെ പല്ലെല്ലാം രസമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ല, അങ്ങനെ ഭയങ്കര കമ്പനി സാധനങ്ങളാണ്. അത് എനിക്ക് തോന്നണേ നമ്മ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരാളെ തനി സ്വഭാവം. അത്ര തന്നെ. നമ്മ 2 ദിവസം ഒരാളൊപ്പം ഇങ്ങനെ ഇരിക്കല്ലേ ഓരോരുത്തരൊപ്പം.
പനാഷിന്റെ വിവാഹത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പോലെ സംസ്ഥാനങ്ങൾ മാറിയുള്ള ഒരു കല്യാണമായിരിക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മലയാളി കുട്ടീനെ ആയിരിക്കോ കല്യാണം കഴിക്കുക? കശ്മീരികളെ കണ്ടിന്റെ ശേഷം നമ്മൾ പിന്നെ മലയാളീസിന് അങ്ങനെ ഒരു രസമായിട്ട് തോന്നില്ല എനിക്ക്. സ്വാഭാവികം അത്ര നല്ല രസമുള്ളവരുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ മേ ബി കശ്മീരിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ട്. മലയാളി പെൺകുട്ടികൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ഒരിക്കലും യാത്ര ചെയ്യില്ല, ഞാൻ ആ സ്ഥലം അത്ര വെറുത്തുപോയി എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇനി മേലാൽ കശ്മീർ പോകില്ല. അന്നൊരു വീഡിയോയിൽ പറഞ്ഞു, കാരണം അത്രക്കും മഞ്ഞ് കാണാൻ പുതിയായിട്ട് പോയതാണ് അന്ന് കശ്മീർക്ക്. മഞ്ഞിങ്ങോട്ട് കണ്ടിട്ട് അമ്മ ഉറങ്ങാൻ കഴിയില്ല, കാരണം അമ്മ ബോഡി മുഴുവൻ എത്ര അമ്മ അന്ന് 4-5 ഷെഡ് ഇട്ടിട്ടിനി, എന്നിട്ടും ഉറങ്ങാൻ കഴിയില്ല മനുഷ്യന്. എത്ര ആയിട്ടും പുതപ്പ് മൂടി 2 പുതപ്പ്, എന്നിട്ടൊന്നും ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ ഇങ്ങോട്ട് വെറുത്ത് ജീവിതം മരിച്ചിട്ടാ മതിയെന്നായിപ്പോയി അന്ന് കശ്മീരിന്ന്. അപ്പൊ അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിനി ഇനി ജന്മത്ത് കശ്മീർ പോകില്ല. പക്ഷെ കശ്മീർ ഇനി പോകാൻ പൂതിണ്ട് കേട്ടോ, കാരണം എന്താണ് അതൊരു അനുഭവം, അത് കഴിഞ്ഞ്. മറ്റേ അനുഭവം ഉണ്ടല്ലോ, കാശ്മീരിന് വേറൊരു മുഖം ഉണ്ടല്ലോ, അത് ഇനി അനുഭവിക്കണ്ടേ? ഏത്? ഇപ്പൊ 40 വർഷം കൂടിയ ആ ഒരു സംഭവം അല്ലേ ഉണ്ടായത്? വേറൊരു കാശ്മീർ ഉണ്ടല്ലോ, ചൂടത്ത് പോണം കശ്മീർ, അങ്ങനെ പല പല സീസണിലുണ്ടല്ലോ, അങ്ങനൊക്കെ പോണം എന്നൊക്കെ ഉണ്ട്. ഈ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ ഒരുപാട് കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ? ഒരുപാട് കൾച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് അത് ഓലിക്ക് തന്നെ അറിയാം. ഈ നോർത്ത് ഇന്ത്യൻസിന് തന്നെ അറിയാം. നോർത്ത് ഇന്ത്യൻസിൽ ഇനിയിപ്പോൾ വലിയ പ്രൊഫസേഴ്സ് ആണെങ്കിലും ഓലിക്ക് തന്നെ അറിയാം എന്താണ് നമ്മ ഈ കേരളക്കാര് ബുദ്ധിയുള്ളവരാണ്, കേരളത്തിൽ വൃത്തിയുള്ളവരാണ്. എന്നിട്ട് എന്നോടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സാർമാർ ചോദിക്കും, ഇത്രയും നല്ല സ്വർഗ്ഗ രാജ്യത്തു നിന്ന് എന്തിനാ ഈ നരകത്തൊക്കെ പോരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. അത് ഓലിക്ക് തന്നെ അറിയാം. പിന്നെ മൊത്തത്തിൽ അവിടെ മോശം ആണ്. നമ്മൾ ഒരു സ്വർഗ്ഗ രാജ്യത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കേരളം എന്നുള്ളത് ഭയങ്കര, നമ്മൾ എന്ത് ചെയ്തിട്ടാ അറിയില്ല, ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. കാരണം അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചവർക്ക് അറിയാം. കാരണം ഫുള്ള് ഗല്ലി അത് ഇതായിട്ട്, ഇനിയിപ്പോൾ എത്ര വലിയ പൈസ ഉള്ളവനാണെങ്കിലും ഒക്കെ ഒരു ഗല്ലിയിലാണ് ജീവിക്കുക. പിന്നെ ഇപ്പോൾ ഡൽഹി ഏരിയയിലൊക്കെ ആണെങ്കിൽ വേറൊരു ഏരിയ ഉണ്ട് ഭയങ്കര റിച്ച്, വിരാട് കോഹ്ലി അങ്ങനത്തെ നിൽക്കുന്ന ഏരിയയാണ്. അല്ല നമ്മ ഭയങ്കര തന്നെ കേട്ടോ, നമ്മ ഏരിയ കേരളം എന്നുള്ള ഭയങ്കര സംഭവം തന്നെ. ഇപ്പം ഇനിയിപ്പോൾ പൊരിക്കടി ആയാലും ഫുഡായാലും ഒക്കെ നമ്മളെ കേരളത്തിൽ തന്നെ. ഇവൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയില്ല നമ്മളങ്ങനെ കേരളം നമ്മളെ ക്ലാസ്സിൽ തന്നെ ഉണ്ട് കുറെ ഗേൾസ്, എന്താണ് ഗേൾസ് ബോയ്സും ഒക്കെ ഉണ്ട് ഇത് കടല് കാണാത്തോല്. എന്നിട്ട് ഞാൻ ഗ്രൂപ്പ് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇവിടെ ചാലിയം ബീച്ച് ഇതാണ്ട ബീച്ച്. അപ്പോൾ ബീച്ചോ കൂയി ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഞാൻ. നിങ്ങൾ കണ്ടില്ലേ, കാരണം ഇത് സെൻട്രലല്ലേ, UP ഇത് ഇവിടെ അല്ലേ വരുന്നത്. പിന്നെ ഉള്ളത് മുംബൈ അങ്ങോട്ടൊക്കെ പോകണ്ടേ, നമ്മൾ ഈ തീരപ്രദേശങ്ങളിലല്ലേ ജീവിക്കണേ. അപ്പൊ അങ്ങനെ വരെ അല്ല, നമ്മള് ഭയങ്കര സംഭവം തന്നെ, കാരണം നമ്മക്ക് നമ്മളെ വില അറിയാത്തോണ്ടാ. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് നമ്മൾ വേറൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബഹുമാനം കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരള വാല ആണെന്ന് പറഞ്ഞാല് അവിടെ ഒരു കേരള വാല ആണോ. പിന്നെ അതേമാതിരി ഇപ്പൊ കുറെ ഹിന്ദിക്കാര് നമ്മളെ നാട്ടിൽ വന്ന് പണിയെടുക്കണോണ്ട് ഓലിങ്ങനെ ഓരോന്ന് ചോദിക്കുക, തിരുവനന്തപുരം അറിയോ, കോഴിക്കോട്, കണ്ണൂർ, ആരെങ്കിലും പരിചയത്തിലുള്ളതാവും. ചെറിയ ഓലെ മൂത്താപ്പന്റെ മക്കൾ ആരെങ്കിലും പോയി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ജില്ല ഒക്കെ ഉണ്ടാവും. ആലപ്പുഴ, എറണാകുളം അതൊക്കെ ഇങ്ങനെ ചോദിക്കും. ഓല് വലിയ സംഭവമാണല്ലോ, ഓലിങ്ങനെ അവിടെയൊക്കെ അറിയാം. ആ രീതിയിൽ ഞാൻ മിമിക്രിയിൽ ഒരു നല്ല ഭാഗം കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ചിലർക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വന്തം മുറി, സ്വന്തം ബെഡ്, അതൊക്കെ ഒരു ഭയങ്കര വലിയൊരു വികാരമായിരിക്കും. അങ്ങനെ ഇത്രയും യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ എനിക്ക് എൻ്റെ ബെഡിൽ കിടക്കണം? ചിലർക്ക് ബെഡ് മാറി കിടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എങ്ങനെയാ വെച്ചാല് എന്താണ് ഭയങ്കര അഡ്ജസ്റ്റീവ് ആണ്. എനിക്ക് എങ്ങനെ ജീവിക്കുക, അങ്ങനല്ല നമ്മൾ ഇനിയിപ്പോൾ ടെൻ്റ് ആണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കും. ഞാൻ എൻ്റെ വീഡിയോ ഈ അക്കൗണ്ടൊക്കെ റീച്ച് ആകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഓരോ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകും. മാത്തേരാൻ, മുംബൈ. എന്നിട്ട് ഈ മാത്തേരാനിൽ അവിടെ റൂം എടുക്കൽ നിർബന്ധം. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസ് കേസൊക്കെ ആവും. അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഓരോരുത്തർ തൂങ്ങി ചാൻ പോകണമാണ് ഒറ്റയ്ക്കൊക്കെ. എന്നിട്ട് ഞാൻ അവിടെ ഒരു ദിവസം പോയിട്ട് ടെൻ്റൊക്കെ അടിച്ചിനി. അത് ശരിക്ക് ഇപ്പം പറഞ്ഞാൽ വിശ്വസിക്കാറില്ല. എൻ്റെ യൂട്യൂബിലുണ്ട് വീഡിയോ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കണ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്കിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ജീവിച്ച് കഴിയും, എല്ലായിടത്തും ജീവിക്കാൻ കഴിയും. അങ്ങനല്ല, ശരിക്കും ഒരു മനുഷ്യന് ആ ഒരു കപ്പാസിറ്റി വേണ്ടേ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ? ചിലവർക്ക് അങ്ങനെ കഴിയില്ല. ഇപ്പൊ എന്റെ നാട്ടിലത്തെ കൈമാരാകട്ടെ, ഓൽക്ക് ഓലെ പെരയുള്ള ബാത്റൂമിൽ തന്നെ പോണോ അങ്ങനെയൊക്കെ. എന്നിട്ട് ഇപ്പൊ കോഴിക്കോടൊക്കെ പണിക്കോയിണ്ടെങ്കിൽ എന്റെ കൂടത്തുണ്ട് ഒരു അൽത്താഫൊക്കെ, എന്നിട്ട് ഓന്റെ പെരേക്ക് തന്നെ വരും. അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോന്നല്ല.
ഓക്കെ. സോ ഇത്രയും സമയം എല്ലാ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് ഇത് കണ്ട് ആസ്വദിച്ച എല്ലാ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്കും ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.